എല്ലാവർക്കും റീഡിംഗ് സ്റ്റോറീസ് എന്ന മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് ഒരു ചെറുകഥയാണ്. നീർക്കാക്ക. എഴുതിയത് A.N. പട്ടേരി. കേൾക്കാം, ആസ്വദിക്കാം. കടത്തണ്ണിയിലിരുന്ന് ഒരു ITC വെൽസ് കത്തിച്ച് 2 പുക വിട്ടതേ ഉള്ളൂ. അപ്പോഴാണ് പഴയ ഗുരുനാഥ ജാനകിയമ്മ അങ്ങോട്ട് വരുന്നത്. പട്ടുവിന് ഒരു ഉൾക്കിടിലമുണ്ടായി. പണ്ട് പള്ളിക്കൂടത്തിൽ വെച്ച് ബീഡി വലിച്ചതിന് കിട്ടിയ സമ്മാനം ഓർമ്മ വന്നു. ഈ പുല്ല് ഉടനെ ഒന്നും ചാവത്തില്ല. പട്ടു സിഗരറ്റ് ദൂരെ എറിഞ്ഞു. 2 രൂപ പോയി കിട്ടി. ഈറ്റക്കാനം LP സ്കൂളിലെ ഹെഡ് മിസ്ട്രസ് ആയിരുന്നു ജാനകിയമ്മ. പെൻഷൻ പറ്റി, വലിയ പറ്റായിപ്പോയി. ഇവരുടെ ഇളയ മകൾ ശാന്തി പട്ടുവിന്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു. വിരമിച്ച ശേഷം ടീച്ചർ കുറച്ചു കാലം മൂത്ത മകളുടെ കൂടെ അമേരിക്കയിലായിരുന്നു. ഇപ്പോൾ തിരിച്ചു വന്ന് ഹാജർ വെച്ചിട്ടുണ്ട്. ഈ പുണ്യഭൂമിയിൽ കിടന്ന് പുകയണമെന്നാണ് അന്ത്യാഭിലാഷം. അവിടെ കിടന്ന് ചത്ത അടുത്ത ജന്മത്തിലും ഹെഡ് മിസ്ട്രസ്സായി വന്ന് ഇവിടുത്തെ പിള്ളേരെ ഉപദ്രവിക്കാൻ പറ്റിയില്ലെങ്കിലോ? അല്ലെങ്കിൽ തന്നെ ഇവിടെ പിള്ളേര് ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ നടക്കുകയാണ്. ഉച്ചക്കഞ്ഞി ഉള്ളത് മാത്രമാണ് ഒരാശ്വാസം. അമേരിക്കയിൽ കിടന്ന അന്ത്യശ്വാസം വലിച്ച പുകയല്ലാതെ പിന്നെ തീയാണോ വരുന്നത്? പട്ടുവിന് ചോദിക്കണമെന്നുണ്ട്, പക്ഷെ ചോദിച്ചില്ല. ഇനി വല്ല ഗ്രഹപ്പഴിക്കും അവിടെ കിടന്ന് കാറ്റുപോയ പരമാത്മാവ് അമേരിക്കയിലെങ്ങാനും കുടുങ്ങിപ്പോയാലോ എന്ന ചിന്തയായിരിക്കും. ജാനകിയമ്മയ്ക്ക് കുടുകുടു എന്നൊരു വിളിപ്പേരുണ്ട്. കിള്ളപ്പേരെന്നും പറയും. അധ്യാപകർക്ക് ഇരട്ടപ്പേരിടുന്ന സമ്പ്രദായം അന്നുമുണ്ട്. ഹെഡ് മിസ്ട്രസ് എന്നൊക്കെ വിളിക്കാൻ പാടായതുകൊണ്ട് ഏതോ അരുമ ശിഷ്യൻ പണ്ട് സമ്മാനിച്ചിട്ട് പോയതാണ് ആ പേര്. പട്ടു ചെറുപ്പത്തിൽ വിചാരിച്ചത് കുടുകുടു ആ പള്ളിക്കൂടത്തിന്റെ മുതലാളിയാണെന്നാണ്. അതുപോലത്തെ ഇടപാടുകളാണ് കുടുകുടു പിള്ളേരുടെ അടുത്ത് ചെയ്തുകൊണ്ടിരുന്നത്. നിനക്ക് ഈ പണി നിർത്താറായില്ലടാ? കുടുകുടി ചോദിച്ചു. സിഗരറ്റ് വലിയെ പറ്റിയാണ് ഉദ്ദേശിച്ചത്. പട്ടു ഒന്നും മിണ്ടിയില്ല. ഓ, നീയൊക്കെ വലിച്ചു മരിക്ക്. നിനക്കൊരു ഇരട്ട പേരുണ്ടായിരുന്നല്ലോ, എന്തായിരുന്നു? കുടുകുടി ചോദിച്ചു. പട്ടു, അവൻ പറഞ്ഞു. ആരോർത്തിരിക്കാനാ, പ്രായമായില്ലേ. നീ ആ ആധാരമെഴുത്തുകാരൻ ആശാന്റെ? അതെ, മകനാ. ആവശ്യമില്ലാത്ത ചോദ്യങ്ങളിലേക്ക് കുടുകുടു കടക്കുന്നതിന് മുമ്പ് പട്ടു ഇടയ്ക്ക് കയറി പറഞ്ഞു. എടാ, നമ്മുടെ കിഴക്കേ പറമ്പിലെ പാറക്കുളത്തില് പോയ കൊല്ലം കുറെ രോഹുവിന്റെയും കട്ട്ലയുടെയും കുഞ്ഞുങ്ങളെ വളർത്താനിട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ എല്ലാം വലുതായി കാണും. അവിടെ ഈയിടെയായിട്ട് ഭയങ്കര നീർക്കാക്ക ശല്യമാണെന്നും പണിക്കാര് വന്ന് പറഞ്ഞു. ഇങ്ങനെ പോയാല് ഒന്നിനി വലുതായി കിട്ടുമെന്ന് തോന്നുന്നില്ല. നീ ചുമ്മാ നടക്കുകയാന്നേല് ഒരു 10 നീർക്കാക്കയെ പിടിച്ചതാണ്. വെറുതെ വേണ്ട, കാക്ക ഒന്നിന് 10 രൂപ വെച്ച് തരാം, കുടുകുടു പറഞ്ഞു. പിന്നെ പിടിക്കാൻ അങ്ങോട്ട് ചെല്ലുമ്പോ നീർക്കാക്ക ഉടനെ നിന്ന് തരും. പട്ടു ഒന്നും പറഞ്ഞില്ല. ആദ്യം പറഞ്ഞ ചുമ്മാ നടക്കുകയാണെന്ന കുടുകുടുവിന്റെ ഡയലോഗ് പട്ടുവിന് അത്ര ഇഷ്ടപ്പെട്ടില്ല. എന്നാലും ആ 10 രൂപ പ്രയോഗം ഇഷ്ടപ്പെട്ടു. മേൽ പറഞ്ഞ കുളത്തെ പറ്റി പട്ടുവിന് നേരത്തെ തന്നെ അറിയാവുന്നതാണ്. നിറയെ മീനുണ്ട്. പണ്ട് ഒരുപാട് തവണ അവിടെ ചൂണ്ടയിടാൻ പോയപ്പോ കുടുകുടുവിന്റെ ചത്തുപോയ കെട്ടിയവൻ തല്ലാൻ വന്നതാണ്. പിന്നെ പോയിട്ടില്ല. അടുത്ത ദിവസം തന്നെ ഒരു കൂട്ടുകാരന്റെ എയർഗൺ കടമായിട്ട് വാങ്ങി നീർക്കാക്ക വേട്ട തുടങ്ങി. ആദ്യ ദിനം വൻ വിജയമായിരുന്നു. പട്ടു ഒരു പൊന്തക്കാട്ടിൽ മറിഞ്ഞിരുന്ന് പാറപ്പുറത്തിരുന്ന ഒരു മെല്ലിച്ച നീർക്കാക്കയുടെ നെഞ്ചിൻ കൂടി നോക്കി നിറയൊഴിച്ചു. ഹേ, ഷോലെ സിനിമയിൽ ബച്ചന്റെ വെടിയേറ്റ് കാലിയ വീണ മാതിരിയായിരുന്നു രംഗം. ഒരു നീർക്കാക്ക കുളക്കരയിൽ ചത്തു മലച്ചു വീണു. ആ ഹതഭാഗ്യന്റെ ഭൗതിക ശരീരം പട്ടു കുടുകുടുവിന് കാഴ്ചവെച്ചു. കുടുകുടുവിന് സന്തോഷമായി. തുടർന്നും നീർക്കാക്കയെ പിടിക്കാൻ ഉത്തരവിറക്കി. ഒരാഴ്ച കഴിഞ്ഞു. ഇപ്പോ തോക്കും ചൂണ്ടിക്കൊണ്ട് പട്ടാളക്കാരൻ പോലെ നടപ്പ് മാത്രമേ ഉള്ളൂ. ഒറ്റ നീർക്കാക്കയെ കിട്ടുന്നില്ല. തോക്ക് കാണുമ്പോ നീർക്കാക്ക പറന്നുപോകും. അവന്മാർക്കും ബുദ്ധി ഉദിച്ചു. ഈ ഇടപാടിൽ ഒരാഴ്ച കൊണ്ട് കിട്ടിയത് 10 രൂപ മാത്രം. കച്ചവട നഷ്ടമാണ്. പട്ടു ചിന്താക്രാന്തനായി. വൈകിട്ട് പട്ടു കുടുകുടുവിന്റെ അടുത്ത് പോയി. കുളത്തിൽ നീർക്കാക്ക മാത്രമല്ല പ്രശ്നമുണ്ടാക്കുന്നത്, രാത്രി സമയത്ത് വലിയ മരപ്പട്ടികൾ ഇറങ്ങാറുണ്ട്. അവന്മാരാണ് വലിയ മീനുകളെ കൊണ്ടുപോകുന്നത് എന്നൊരു നമ്പർ ഇട്ടു. പൊതുവെ സ്കൂൾ ടീച്ചർമാർക്ക് ബുദ്ധി കുറവാണല്ലോ. ഈ വിവരം കേട്ട പാതി കേൾക്കാത്ത പാതി കുടുകുടു രാത്രി മരപ്പട്ടിയെ പിടിക്കാനുള്ള അനുവാദം കൂടി പട്ടുവിന് കൊടുത്തു. അന്ന് രാത്രി പട്ടു സുന്ദരനെയും കൂട്ടിയാണ് വേട്ടയ്ക്കിറങ്ങിയത്. ഒരു വീശുവലയും ചാക്കും സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇരുട്ടിന്റെ മറവിലിരുന്ന് വല വീശി
രണ്ടുപേരും കൂടി 10-16 കിലോ മീൻ പിടിച്ചു. വീട്ടിലേക്ക് ആവശ്യത്തിന് എടുത്തിട്ട് ബാക്കി വിറ്റു. 1000 രൂപ കിട്ടി. കുടുകുടു അറിഞ്ഞില്ല. പകല് നീർക്കാക്കയെ പിടിക്കാനെന്നും പറഞ്ഞ് വെറുതെ കുളക്കരയിൽ പോയിരിക്കും. കുടുകുടുവിനെ കേൾപ്പിക്കാൻ 5-6 വെടിവെക്കും. മെയിൻ ബിസിനസ് രാത്രിയിലാണ്. തരക്കേടില്ലാത്ത വരുമാനം കിട്ടുന്നുണ്ട്. ഒരാഴ്ച കഴിഞ്ഞു, 2 ആഴ്ച കഴിഞ്ഞു. വെടിയച്ച് കേൾക്കുന്നത് മാത്രമേ ഉള്ളൂ. നീർക്കാക്കയൊന്നും കൊണ്ടുവരാറില്ലല്ലോടാ. കുടുകുടു പട്ടുവിനോട് പരാതി പറഞ്ഞു. നീർക്കാക്കയെ കിട്ടാഞ്ഞിട്ടാണ് കൊണ്ടുവരാത്തതെന്ന സത്യം പട്ടു വെളിപ്പെടുത്തിയില്ല. പിറ്റേന്ന് രാവിലെ ഒരു സാധാ കാക്കയെ ചക്കപ്പശ വെച്ച് പിടിച്ച് തല്ലിക്കൊന്ന് ഒരു സഞ്ചിയിലാക്കി നീർക്കാക്കയാണെന്ന് പറഞ്ഞ് ഗുരുനാഥയെ കൊണ്ടുപോയി കാണിച്ചു. കുടുകുടുവിന് തന്റെ ശിഷ്യന്റെ കഴിവിൽ അഭിമാനം തോന്നിയിട്ട് കമ്മീഷൻ 10 രൂപയിൽ നിന്ന് 25 രൂപയാക്കി. പട്ടു ആ ചത്ത കാക്കയെ പാറപ്പുറത്തിട്ട് ഉണക്കിയെടുത്തു. എന്നിട്ട് അതിന് 2-3 ദിവസം കൂടുമ്പോ കുടുകുടുവിനെ കൊണ്ടുചെന്ന് കാണിക്കും. കമ്മീഷനും മേടിക്കും. പട്ടുവിന്റെ ഇപ്പോഴത്തെ പരിപാടി പകല് മുഴുവൻ കാറ്റും കൊണ്ട് കുളക്കരയിൽ കിടന്നുറങ്ങും. രാത്രി ആവശ്യത്തിന് മീൻ പിടിക്കും, വിൽക്കും. നല്ല വരുമാനവുമുണ്ട്. കഥ ഇഷ്ടമായാൽ തീർച്ചയായും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുവാൻ ആരും മറക്കരുത്. വീണ്ടും മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം. നന്ദി.